നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അസിത സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വെടിക്കെട്ട് ദുരന്തത്തിന്റെ നടുക്കം മാറാതെ നാട്. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരണസംഖ്യ 14ആയി. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞ പട്ടാമ്പി സ്വദേശി പ്രവീണാണ് ഇന്ന് മരിച്ചത്. 9 പേരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞു. അപകട സ്ഥലത്തു നിന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ DNA പരിശോധന പുരോഗമിക്കുകയാണ്. 4 പേരെ കാണാനില്ലെന്ന് ബന്ധുക്കളുടെ പരാതി ലഭിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. നാടിനെ നടുക്കിയ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 9 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. അപകടത്തിൽ പരുക്കേറ്റ് വെന്റിലേറ്ററിൽ കഴിഞ്ഞ പാലക്കാട് പട്ടാമ്പി സ്വദേശി പ്രവീൺ ഉച്ചയോടെയാണ് മരിച്ചത്. ദുരന്ത പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ 32ഓളം ശരീരഭാഗങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചു. ഇതിനായി രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ 7 അംഗ സംഘം തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. കാണാതായതായി റിപ്പോർട്ട് ചെയ്ത 4 പേരുടെ ബന്ധുക്കളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അതിൻ്റെ ഉള്ളിൽ 8 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 8 പേരെ നമ്മൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ളത്. അതിൻ്റെ DNA സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 10 പേരാണ് നിലവിൽ പരുക്കേറ്റ് ചികിത്സയിലുള്ളത്. അതിൽ ലൈസൻസി സതീഷ് മുണ്ടത്തിക്കോട് അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്ത് ബന്ധുക്കളുടെ കാത്തിരിപ്പാണ്. പലരും ആശുപത്രിയിലെത്തി. പ്രിയപ്പെട്ടവരെ കാണാനാകാതെ മടങ്ങുന്നത് നൊമ്പരക്കാഴ്ചയാണ്. തൃശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടുണ്ടാകില്ല. ഇക്കാര്യത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തമ്മിൽ ധാരണയിലായി. വെടിക്കെട്ടില്ലാതെ പൂരം നടത്തണമെന്ന നിലപാടിലാണ് പാറമേക്കാവ് ദേവസ്വം. പ്രൗഢി കുറയ്ക്കാതെ പൂരാഘോഷം നടത്തണമെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ തീരുമാനം. നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഇരു ദേവസ്വങ്ങളും തീരുമാനം അറിയിക്കും. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു ദേവസ്വങ്ങളും ഇന്ന് യോഗം ചേർന്നത്. വെടിക്കെട്ട് ഒഴിവാക്കാം, പക്ഷേ പൂരത്തിന്റെ മറ്റു ചടങ്ങുകൾ മുറ പോലെ നടത്തണമെന്നാണ് പാറമേക്കാവിന്റെ നിലപാട്. പൊതുവികാരം എന്താണ്? 2006 ഒരു വെടിക്കെട്ട് അപകടം പാറമേക്കാവിന്റെ പ്രൊമിസസിൽ നടന്നു. എന്നിട്ട് പോലും പൂരവും കുടമാറ്റവും എല്ലാം ഭംഗിയായിട്ട് നടന്നു. വെടിക്കെട്ട് മാത്രം 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളൊരു പൊതുവികാരമാണ് ഇന്നത്തെ മീറ്റിംഗിൽ വന്നിട്ടുള്ളത്. തങ്ങളുടെ വെടിക്കെട്ടുപുരയിൽ ദുരന്തമുണ്ടായതിൽ അതീവ ദുഃഖമുണ്ടെന്നും 24 വരെ ദുഃഖാചരണം നടത്തുമെന്നും തിരുവമ്പാടി ദേവസ്വം അധികൃതർ പറഞ്ഞു. എങ്കിലും വെടിക്കെട്ട് ഒഴിവാക്കി പ്രൗഢിയോടെ പൂരം നടത്തുമെന്ന് തന്നെയാണ് തിരുവമ്പാടിക്കാരുടെയും നിലപാട്. നമ്മൾ 24-ാം തീയതി വരെ ദുഃഖാചരണം നടത്തുക. ആ സമയത്ത് നമ്മുടെ ലൈറ്റുകളോ മറ്റുള്ള ആഘോഷങ്ങളോ ഒന്നും ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. 25-ാം തീയതി 26-ഉം 27-ഉം പൂരാഘോഷം വളരെ ഭംഗിയായി കാര്യങ്ങളെല്ലാം നടത്തും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ചമയപ്രദർശനമടക്കമുള്ള ആഘോഷങ്ങൾ ഒരു ദിവസം മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. വെടിക്കെട്ട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഒപ്പമാണെന്നും തിരുവമ്പാടി വിഭാഗം. നമ്മൾ 2 ദിവസമാണ് ചമയ പ്രദർശനം നടത്താറ്. 24-ഉം 25-ഉമാണ് നടത്താറ്. അത് നമ്മൾ 25-ാം തീയതി മാത്രമാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിലും വിഷമമുണ്ട്. കാര്യങ്ങളെല്ലാം എന്താ പറയുക, ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കണമെന്നാണ് ആഗ്രഹം. തീരുമാനങ്ങൾ ഇരു ദേവസ്വങ്ങളും നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിൽ അറിയിക്കും. 24 തൃശൂർ. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ധനസഹായം അനുവദിച്ച സർക്കാർ ഉത്തരവിറക്കി. മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയുമാണ് ധനസഹായം അനുവദിച്ചത്. സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചും ഉത്തരവിറക്കി. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അജ്മൽ, മുൻപ് തന്നെ മന്ത്രിമാർ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചതാണ്. ഈ ധനസഹായം ഉൾപ്പെടെ വിതരണം ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം, സവിശേഷ ദുരന്തമെന്നുള്ള പ്രഖ്യാപനം ആവശ്യമാണ് എന്നും അറിയിച്ചതാണ്. ഇപ്പോൾ അത് ഉത്തരവായി ഇറങ്ങിയിരിക്കുന്നു അല്ലേ?
അതെ, മുണ്ടത്തിക്കോട് വെടിപ്പുര സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയോടെ തന്നെ മന്ത്രി രാജൻ, റവന്യൂ മന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുകയും അതിന് പിന്നാലെ മാത്രമാണ് നമുക്ക് കൂടുതൽ സഹായം ഈ ആശ്രിതരുടെ മരണപ്പെട്ടവരുടെ ആശ്രിതരായ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്കും അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് നൽകാനാകൂ എന്ന് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇപ്പോ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ ഇരയായി മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ, അതിൽ 4 ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുമാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് നൽകുന്നത്. അതുകൂടാതെ പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പരിക്കേറ്റ ആശുപത്രികൾ കഴിയുന്ന, അതിപ്പോൾ സ്വകാര്യ ആശുപത്രിയിലായാലും സർക്കാർ ആശുപത്രിയിലായാലും കഴിയുന്നവർക്ക് 6 മാസത്തേക്കുള്ള സൗജന്യ ചികിത്സ കൂടി സർക്കാർ ഈ ഉത്തരവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, മുൻപ് തന്നെ മന്ത്രിമാർ ഇക്കാര്യം അറിയിച്ചതാണ്. ഇപ്പോൾ അത് ഉത്തരവായി ഇറക്കിയിരിക്കുന്നു. സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ധനസഹായവും അനുവദിച്ചുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ കരിയിലക്കുളങ്ങര സ്വദേശി ധനുഷാണ് മരിച്ചത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 3ാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ലാൽ കൃഷ്ണ ചേരുകയാണ്. ലാൽ, എവിടെയാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്ന വിവരങ്ങൾ? അസിത, ഈ കോളേജിന് പിന്നാലെ, അതായത് ക്യാമ്പസിന് പുറത്ത് സ്വകാര്യമായ ഒരു ഹോസ്റ്റലുണ്ട്. ഈ ഹോസ്റ്റലിലായിരുന്നു ധനുഷ് താമസിച്ചിരുന്നത്. 6ാം വർഷ വിദ്യാർത്ഥിയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ധനുഷിന് അറ്റൻഡൻസ് അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് കോളേജിൽ നിന്ന് പരീക്ഷ എഴുതുന്നതിന് ഈ വരും ദിവസങ്ങളിൽ പരീക്ഷ ആരംഭിക്കുകയാണ്, സെമസ്റ്റർ എക്സാം. ഈ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറ്റൻഡൻസ് കുറവായതുകൊണ്ട് തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ ഹാജരായാൽ മാത്രമേ പരീക്ഷ എഴുതാൻ കഴിയൂ എന്ന കാര്യം കോളേജിൽ നിന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ധനുഷിന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ പറയുന്നത് ധനുഷിന് വിഷയം പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജിൽ പല സമയത്തും എത്താറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെയും കണ്ടിരുന്നു, അതിന് മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് പിന്നാലെ ഇന്ന് ക്യാമ്പസിൽ എത്താതിരുന്നതിനെ തുടർന്ന് ടീച്ചർ ധനുഷിനെ അന്വേഷിച്ചു. ആ സമയത്ത് നാട്ടിൽ പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ കോളേജിലെ സഹപാഠികളടക്കമുള്ളവരോട് ധനുഷിനെ കുറിച്ച് അന്വേഷിച്ച് ധനുഷിനോട് വിളിക്കാൻ പറയണം എന്ന കാര്യം പറഞ്ഞു. ഇതനുസരിച്ച് ധനുഷിന്റെ സുഹൃത്തുക്കൾ കോളേജ് ഹോസ്റ്റലിൽ, ഇവർ താമസിക്കുന്ന ഹോസ്റ്റലിൽ എത്തിയ സമയത്താണ് ഈ ജനൽ മുറിയിൽ തൂങ്ങിയ നിലയിൽ ധനുഷിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിനെ വിളിക്കായിരുന്നു. വൈകിട്ട് 5:00 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്താണെങ്കിലും വിശദമായൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. വങ്കനാട്ടിലും തമിഴ്നാട്ടിലും നാളെ വോട്ടെടുപ്പ്. വാശിയേറിയ പ്രചാരണത്തിന് പിന്നാലെ തമിഴ്നാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ടിവികെ അധ്യക്ഷൻ വിജയ് കൂടി മത്സര രംഗത്തെത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇക്കുറി തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ടിന് നോട്ട് വിവാദമാണ് പ്രധാന ചർച്ച. ചെന്നൈ മൈലാപ്പൂരിലെ DMK സ്ഥാനാർത്ഥിയുടെ സഹായിയുടെ വീട്ടിൽ നിന്നും 2 കോടി രൂപ പിടികൂടി. വോട്ടിന് പണം കിട്ടിയില്ല എന്നാരോപിച്ച് പാളയംകോട്ടെ DMK സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് സ്ത്രീകൾ മാർച്ച് നടത്തി. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇക്കുറി തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. ഭരണ തുടർച്ചയെന്ന വലിയ നേട്ടത്തിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമമാണ് DMK സഖ്യം നടത്തുന്നത്. ഭരണം തിരിച്ചുപിടിക്കാൻ DMK നേതൃത്വം നൽകുന്ന NDA സഖ്യം സജീവമായി രംഗത്തുണ്ട്. വിജയുടെ തമിഴക വെട്രിക്കഴകം പിടിക്കുന്ന വോട്ടുകളാണ് ഇത്തവണ നിർണായകമാവുക. വിജയുടെ റോഡ് ഷോകളിലെ ജനപങ്കാളിത്തം വോട്ടായി മാറിയാൽ തമിഴ്നാട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ചെന്നൈ കൊളത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. പ്രതിപക്ഷ നേതാവും DMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി കെ പളനിസ്വാമി എടപ്പാടിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്നു. 2 മണ്ഡലങ്ങളിലാണ് TVK അധ്യക്ഷൻ വിജയ് മത്സരിക്കുന്നത്. ചെന്നൈയിലെ പെരമ്പൂരും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും. BJP നേതാവും മുൻ ഗവർണറുമായ തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ മൈലാപ്പൂരിൽ മത്സരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി O പന്നീർസെൽവം DMK ടിക്കറ്റിൽ ബോഡി നായ്ക്കന്നൂരിൽ നിന്നും ജനവിധി തേടുന്നു. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ടിന് നോട്ട് ആരോപണം സജീവമാണ്. മൈലാപ്പൂരിലെ DMK സ്ഥാനാർത്ഥി D വേലുവിന്റെ സഹായി സത്യമൂർത്തിയുടെ വീട്ടിൽ നിന്നും ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടിച്ചെടുത്തത് 2 കോടി രൂപയാണ്. കഴിഞ്ഞ ദിവസം പെരമ്പലൂരിലെ DMK നേതാവിന്റെ കാറിൽ നിന്നും 2,44 ലക്ഷം രൂപയും പിടികൂടിയിരുന്നു. വോട്ടിന് പണം നൽകിയില്ലെന്നാരോപിച്ച് പാളയംകോട്ടയിലെ DMK സ്ഥാനാർത്ഥി അബ്ദുൽ വഹാബിന്റെ വീട്ടിലേക്ക് സ്ത്രീകൾ മാർച്ച് നടത്തി. 234 മണ്ഡലങ്ങളിലായി 4834 സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ മത്സര രംഗത്തുള്ളത്. 38 ജില്ലകളിലായി 5.73 കോടി വോട്ടേഴ്സ്. 75,032 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്.
പോളിംഗ് ദിനത്തിലെ സുരക്ഷയ്ക്കായി 300 കമ്പനി സെൻട്രൽ ഫോഴ്സിനെ വിന്യസിച്ചു. 83,875 പോലീസുകാരാണ് സേവനത്തിലുണ്ടാവുക. 24 ചെന്നൈ. പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ ശക്തമായ നിയന്ത്രണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്ര നിരോധിച്ചു. പിറകിൽ യാത്ര ചെയ്യുന്നതിനും പകൽ സമയം വിലക്കുണ്ട്. പ്രശ്നക്കാരെ കരുതൽ തടങ്കലിൽ വെക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിൽ ഹൈക്കോടതി വിശദീകരണം തേടി. 2.5 ലക്ഷത്തിലധികം കേന്ദ്രസേനാംഗങ്ങളെ വിന്യസിച്ച് കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പമാണ് മദ്യത്തിനും ബൈക്കിനും നിയന്ത്രണം വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം എക്സൈസ് വകുപ്പ് 96 മണിക്കൂർ മദ്യനിരോധനം നടപ്പാക്കി. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് മുതൽ രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്ര നിരോധിച്ചു. ബൈക്കിന് പുറകിലിരുന്ന് സഞ്ചരിക്കുന്നതിന് പകലും നിയന്ത്രണമുണ്ട്. ബൈക്ക് റാലികൾ പൂർണ്ണമായി നിരോധിച്ചു. മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള സുരക്ഷാ വിന്യാസങ്ങളെ തൃണമൂൽ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നു. പ്രശ്നക്കാരുടെ പട്ടിക തയ്യാറാക്കി കരുതൽ തടങ്കലിൽ വെക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കത്തെ ഇന്ന് ഹൈക്കോടതിയും ചോദ്യം ചെയ്തു. പാർട്ടി പ്രവർത്തകരെ തടങ്കലാക്കാനുള്ള നീക്കമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. 152 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. നന്ദിഗ്രാം അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നാളെ ജനവിധി എഴുതും. കൊൽക്കത്തയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. പ്രധാനമന്ത്രിക്കെതിരായ തീവ്രവാദി പരാമർശത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 24 മണിക്കൂറിനകം മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJP നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എന്നാൽ ഖാർഗെയ്ക്കെതിരായ പരാതിയിൽ തിടുക്കപ്പെട്ട നടപടിയെടുത്ത കമ്മീഷൻ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത സംഭവത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്നാണ് പ്രതിപക്ഷമുയർത്തുന്ന ചോദ്യം. ഖാർഗെയുടെ പരാമർശങ്ങളെ ഗൗരവമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനകം കോൺഗ്രസ് അധ്യക്ഷൻ നിലപാട് അറിയിക്കണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ കമ്മീഷൻ ശക്തമായ നടപടികളിലേക്ക് കടന്നേക്കും. ഇന്ന് രാവിലെയാണ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെട്ട BJP പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകിയത്. മല്ലികാർജ്ജുൻ ഖാർഗെ മാപ്പ് പറയണമെന്നും അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നും BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സംഭവത്തിൽ വ്യാപക പരാതികൾ ലഭിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി മൗനമായിരുന്നു. കമ്മീഷന്റെ സെലക്ടീവ് പക്ഷപാതത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും താളത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൃത്തം ചെയ്യുന്നുവെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഭരണഘടനയ്ക്ക് എതിരായാണെന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തി. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്ന് ഖർഗെ നേരത്തെ തന്നെ വിശദീകരിച്ചതാണെന്നും കോൺഗ്രസ് അധ്യക്ഷനെതിരെയുള്ള നീക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ച തിടുക്കം കമ്മീഷന്റെ അടിത്തറയെ തകർക്കുന്നതാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചു. 24 ഡൽഹി. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹ വിവാദത്തിൽ പട്ടികവർഗ കമ്മീഷനിലെ ഹിയറിംഗ് പൂർത്തിയായി. മധ്യപ്രദേശ് പോലീസിന്റെയും കേരള പോലീസിന്റെയും നടപടികളിൽ കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തി. കുറ്റാരോപിതനായ ഫർമാനെതിരെ പോക്സോ പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചെന്ന് പരാതിക്കാരൻ പ്രഥം ദുബെ പറഞ്ഞു. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹ വിവാദത്തിൽ കേരള DGPയുടെ പ്രതിനിധിയായി തിരുവനന്തപുരം റേഞ്ച് DIG ഹിമേന്ദ്രനാഥ് IPS പട്ടികവർഗ കമ്മീഷന് മുന്നിൽ ഹാജരായി. കേരള പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം കമ്മീഷനെ അറിയിച്ചു. കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെയോ റിപ്പോർട്ടുകളുടെയോ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കേരളം വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് പരാതിക്കാരൻ പ്രഥം ദുബെ പറയുന്നു. കമ്മീഷൻ ഹാസ് ക്രിട്ടിസൈസ്ഡ് ദി DGP ഓഫ് കേരള ആൻഡ് മധ്യപ്രദേശ്. When Commission has asked the question to the DGP after emerging the new fact in the case, why you have not arrested the Farman Khan? So they have stated that we are into the investigation and we don't have any official information regarding the age of the girl. പോക്സോ പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കമ്മീഷൻ മധ്യപ്രദേശ് പോലീസിനോട് നിർദ്ദേശിച്ചെന്ന് പരാതിക്കാരൻ പ്രഥം ദുബെ പറഞ്ഞു. ഫർമാന്റെ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് മധ്യപ്രദേശ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം തന്നെയും മകളെയും ഫർമാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് വൈറൽ താരത്തിന്റെ പിതാവ് പറയുന്നത്. उन लोगों ने आगे तो मेरे को फिल्म का झांसा दिया कि फिल्म बना रहे हैं. उन्होंने बुलाया मेरे को पहले वहाँ पे. കുട്ടിയെ ഉടൻ തിരിച്ചു കിട്ടണമെന്ന് അമ്മയും അച്ഛനും അപേക്ഷിച്ചു. 24 ഡൽഹി. 2026 JEE മെയിൻ എൻട്രൻസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയവുമായി പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. കേരളത്തിലെ 1ാം റാങ്ക് ഉൾപ്പെടെ ആദ്യ 7 സ്ഥാനങ്ങളും ലക്ഷദ്വീപിലെ 1ാം സ്ഥാനവും ഇന്ത്യക്ക് പുറത്ത് പരീക്ഷ എഴുതിയവരിലെ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയത് ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. കോട്ടയം കാരിത്താസ് സ്വദേശി നിരഞ്ജൻ ജെ പിള്ളയാണ് കേരളത്തിൽ 1ാം റാങ്ക് നേടിയത്. അഖിലേന്ത്യാ തലത്തിൽ 110ാം റാങ്കാണ് നിരഞ്ജന്.
ഇടപ്പള്ളി സ്വദേശി അമിത് ആന്റണിക്കാണ് കേരളത്തിൽ 2ാം റാങ്ക്. തൃശൂർ സ്വദേശി വൈഷ്ണവ് ENK 3ാം റാങ്കും തിരുവനന്തപുരത്തുകാരൻ കിഷൻ ശിവദാസ് 4ാം റാങ്കും എറണാകുളം അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു 5ാം റാങ്കും സ്വന്തമാക്കി. മൂവാറ്റുപുഴയിൽ നിന്നുള്ള ആൽഫ്രഡ് ജെൻസൺ 6ാം റാങ്കും നേടി. ആലപ്പുഴ സ്വദേശി അഭിനവ് അരുണാണ് 7ാം റാങ്ക്. കേരളത്തിലെ 1ാം റാങ്കിന് പുറമെ വിദേശ രാജ്യങ്ങളിൽ പരീക്ഷ എഴുതിയവരിൽ ഡേവിസ് S. ജോണും ലക്ഷദ്വീപിൽ നിന്ന് പരീക്ഷ എഴുതിയവരിൽ റയാൻ സാക്കിയും 1ാം സ്ഥാനം നേടിയതോടെ JEE മൈൻസിൽ 3 1ാം റാങ്കുമായി ശ്രദ്ധയാകർഷിക്കുകയാണ് പാലാ ബ്രില്യന്റ്. 99.9% മുകളിൽ 15 വിദ്യാർത്ഥികളെ എത്തിക്കാൻ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് സാധിച്ചു. 350 വിദ്യാർത്ഥികൾ 99% മുകളിലെത്തി 2000-ലധികം വിദ്യാർത്ഥികൾ JEE അഡ്വാൻസ് പരീക്ഷയ്ക്ക് യോഗ്യത നേടി. ഉന്നത വിജയം നേടിയവരെ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഡയറക്ടേഴ്സ് അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് 24. വാർത്താ മഴ പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.